ആദർശ് നയനയ്ക്ക് ഒരു കൊലുസ് ഗിഫ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ അവള് നന്നായിട്ട് ഡിസൈൻ ചെയ്തതിന് വേണ്ടിയിട്ട് അവൾക്ക് കൊടുത്തൊരു ഗിഫ്റ്റാണത്. നയന പറയുന്നുണ്ട്, ഓഹോ അങ്ങനെ എനിക്ക് പ്രതിഫലമായിട്ടാണെങ്കിൽ വേണ്ട, സ്നേഹത്തോടുള്ള സമ്മാനമാണെങ്കിൽ മതിയെന്ന് നയന പറയുന്നുണ്ട്. ആദർശ് പറയാണ് ഇത് സ്നേഹത്തോടുള്ള സമ്മാനം തന്നെയാണെന്ന് പറഞ്ഞിട്ടാണ് ആദർശ് നയനയ്ക്ക് അത് കൊടുക്കുന്നത്. പിന്നെ ഇത് അമ്മ കാണണ്ട, കണ്ടു കഴിഞ്ഞാലേ ആകെ വിഷയം ഉണ്ടാക്കും, അതുകൊണ്ട് നിന്റെ അമ്മ തന്നാണെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയാണ്. അതെന്താ അമ്മ അറിഞ്ഞാലെന്ന് ചോദിക്കുമ്പോൾ, അല്ല ഇനി അമ്മ അറിഞ്ഞിട്ട് അതിന്റെ പേരിലൊരു വിഷയം ഉണ്ടാക്കണ്ട എന്ന് ഓർത്തിട്ടാ അമ്മമാരായിട്ട് എന്തിനാ വെറുതെ വിഷയം എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞു പോയതാണ്, അതിന് ശേഷമുള്ളതാണ് പറയാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ ആദർശ് പറയുന്നുണ്ട് തന്നെ നയന ഈ കാര്യം ആരോടും വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നയന ഹാളിൽ ഇരുന്ന് ഡിസൈൻ വരച്ചോണ്ടിരിക്കായിരിക്കും കേട്ടോ. അപ്പൊ അവളുടെ കാലിലെ കൊലുസ് ദേവ്യാന്റെ കണ്ണിൽ പെടുന്നുണ്ട്. ദേവയാനി വന്നിട്ട് ചോദിക്കാണ്, അല്ല ഈ കൊലുസ് എവിടെ നിന്ന് നിന്റെ? ഇത്രയും നാൾ നിന്റെ കാലില് വെള്ളി കൊലുസായിരുന്നല്ലോ. ഓഹോ അപ്പൊ ആദർശ് ഡെയിലി നിനക്ക് സ്വർണം കൊണ്ട് തരുന്ന ആണോ പണിയും ചോദിക്കാണ്. അയ്യോ അല്ല മീനെ പറയുന്നുണ്ട്, അല്ല ഈയിടയ്ക്ക് നിനക്ക് വലിയൊരു മാല കൊണ്ട് തരുന്ന കണ്ടു, ഇപ്പൊ ദാ കൊലുസ്. കുറെ ആയല്ലോ ഇത്, അവനെ മുടിപ്പിക്കാനാണോ നിന്റെ പരിപാടി? കുറെ സ്വർണം വാങ്ങി കൂട്ടുന്നുണ്ടല്ലോ. ഇപ്പൊ മനസ്സിലായി നീ നിന്റെ ചേച്ചിയൊക്കെ എന്തിനാ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി കള്ളത്തരങ്ങൾ കാണിച്ചു കൂട്ടിയെന്ന്. നയന പറയുന്നുണ്ട്, അമ്മേ സത്യമായിട്ടും ഇത് ആദർശട്ടം മേടിച്ചൊന്നും തന്നതല്ല, പിന്നെ ആഴി നിനക്ക് കൊലുസ് വാങ്ങിക്കൊണ്ട് തന്നത്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം എങ്ങനെ പോലെ ഒരു 5 പവൻ മിച്ചമുണ്ട്, ആരാ നിനക്ക് കൊണ്ടു തന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അവള് പറയാണ്, അത് എന്റെ അമ്മയാ, അമ്മ ഒരു ചിട്ടി കൂടിയിരുന്നു, അത് പിടിച്ചപ്പോ എനിക്ക് സ്വർണ്ണക്കൊലുസ് വാങ്ങിക്കൊണ്ട് തന്നാ എന്ന് പറയുന്നുണ്ട്. ഓഹോ അങ്ങനെയാണോ, അത്രയ്ക്കുള്ള കപ്പാസിറ്റി ഒക്കെ നിന്റെ തള്ളക്ക് എന്തൊക്കെ ഉണ്ടോടി എന്ന് ചോദിക്കാണ്. അമ്മ എന്തിനാ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞത്, ഞങ്ങളൊന്നും ഇല്ലാത്തവരൊന്നും അല്ല എന്നൊക്കെ പറയാണ്. അല്ല നിന്റെ വീട്ടിൽ ഇനിയും കുറെ കടമുണ്ടെന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിരുന്നു, അങ്ങനെയാണ് പിന്നെ നിന്റെ അമ്മയ്ക്ക് എവിടെന്നാ ഈ ഒരു സ്വർണ്ണക്കൊലുസ് മേടിക്കാൻ ക്യാഷ് കിട്ടുന്നത് എന്ന് ചോദിക്കാണ്. എന്റെ കല്യാണത്തിന് അമ്മയായിട്ടൊന്നും അവരെ വീട്ടുകാരും തന്നിട്ടില്ലല്ലോ, അതുകൊണ്ടാ ഓരോന്നൊക്കെ തരുന്നതെന്ന് പറയുന്നുണ്ട്. ആ എന്നാ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ദേവേനെ തിരിയാൻ തുടങ്ങുമ്പോഴേക്കും നയനയുടെ അമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ മോളെ ഇവിടെ എന്ത് ചെയ്യാന്ന് ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് നയനെ ഒന്ന് ഞെട്ടി നിൽക്കുന്നുണ്ട്. അപ്പൊ നയനയുടെ കയ്യിൽ നിന്ന് ഒരു പേപ്പർ താഴെ പോകുന്നുണ്ടായിരുന്നു, അവൾ ഡിസൈൻ ചെയ്തുകൊണ്ടിരുന്നത്. അതിങ്ങനെ കനകം ഇങ്ങനെ എടുത്തു കൊടുക്കുമ്പോഴേക്കും ആയിരിക്കും അവളുടെ കാലിലെ കൊലുസ് കാണുന്നത്. ഹായ് മോളെ ഇതേതായി കൊലുസ് ആദർശവും കൊണ്ടു തന്നാണോ, നല്ല ഭംഗിയുണ്ടല്ലോ കാണാന്, ഒന്ന് കാണിച്ചേ മോളെ എന്ന് പറഞ്ഞിട്ട് ആ കൊലുസ് നോക്കുകയാണ് കനകം. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് പോവാൻ നിന്ന ജലജ ഞെട്ടി തിരിഞ്ഞു നോക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, കനകം ഈ കൊലുസ് കണ്ടിട്ടേ ഇല്ലേന്ന് ചോദിക്കുന്നു. ഇല്ല മോൾ എന്നോട് പറഞ്ഞില്ലല്ലോ, ആദർശ് വാങ്ങിക്കൊണ്ടുവന്ന മാല എന്ന് മോളെന്നെ കാണിച്ചു, എന്താ കൊലുസിന്റെ കാര്യം പറയാഞ്ഞേ എന്ന് ചോദിക്കുകയാണ്. നയന കണ്ണടച്ചിട്ട് അമ്മ മിണ്ടാതിരിക്കുന്നു പറയുന്നുണ്ട്. എന്താ മോളെ എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല എന്ന് നയന പറയുന്നുണ്ട്. ഓഹോ അപ്പൊ നീ പറഞ്ഞതോ നിന്റെ അമ്മയാ കൊണ്ട് തന്നേന്ന്, അതൊക്കെ ചുമ്മാതായിരുന്നല്ലേടി കള്ളി, നീ എന്നെ കള്ളത്തരം പറഞ്ഞ് പറ്റിക്കാന്ന് കരുതിയല്ലേ. നീ പറഞ്ഞു നിന്റെ അമ്മ ചിട്ടി പിടിച്ചു കൊണ്ട് തന്നാണെന്ന്, ഇപ്പൊ എല്ലാ കള്ളങ്ങളും പൊടിഞ്ഞില്ലേ, അതാ പറഞ്ഞത്, കള്ളത്തിലൊന്നും ഈ അമ്മമാരോടൊന്നും പറയാൻ പാടില്ലെന്ന് മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് കനകത്തിന് കാര്യം മനസ്സിലാവുന്നത്. കനകം പറഞ്ഞ, അല്ല ഞാൻ മറന്നുപോയതാ, ഞാൻ തന്നെ കൊണ്ടു കൊടുത്തതാ എന്ന് പറയുമ്പോഴേക്കും ദേവേനി പറയാണ്, മതി മതി ഉരുണ്ട് കളിച്ചത്, അമ്മയും മോളുവേ കൂടുതൽ ഉരുണ്ട് കളിക്കണ്ട, കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. നയന അപ്പം ആകെപ്പാടെ പെട്ട അവസ്ഥയില് തലയും മുനിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ആദർശ് വരികയാണ്. എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല ഈ കൊലിസവക്ക് ആര് വാങ്ങി കൊടുത്തെന്ന് ചോദിക്കായിരുന്നു പറയുന്നുണ്ട്. അതമ്മേ അവളുടെ അമ്മ വാങ്ങി കൊടുത്ത എന്ന് പറയുന്നുണ്ട് ആദർശ്. അപ്പോഴാണ് ശരിക്കും നമ്മുടെ ദേവേനെ ഞെട്ടിപ്പോകുന്നത് കേട്ടോ. ഇത്രയും നേരം കള്ളത്തിനും പറഞ്ഞത് നയനയായിരുന്നല്ലോ, പക്ഷെ ഇപ്പൊ കള്ളത്തിന് പറഞ്ഞത് സ്വന്തം മോൻ തന്നെയല്ലേ. അത് കേട്ടപ്പോഴേക്കും അങ്ങ് ദേവേനെ അങ്ങ് ഷോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും നയനെ കണ്ണിറുക്കി കാണിക്കുന്നുണ്ട്. എന്താന്ന് ചോദിക്കുന്നുണ്ട് ആദർശ്. ഓഹോ അപ്പൊ നീ അമ്മയുടെ കള്ളത്തരം പറയാൻ തുടങ്ങിയല്ലേ, എന്താമ്മേ അങ്ങനെ ചോദിച്ചേ? അല്ല നിന്റെ ഭാര്യയോട് ഞാൻ ചോദിച്ചു ഈ കൊലുസ് എവിടെന്നാ കിട്ടിയെന്ന്. അപ്പൊ അവള് പറഞ്ഞു അവളുടെ അമ്മ ചിട്ടി പിടിച്ച പൈസയെന്ന് മേടിച്ചുകൊണ്ട് കൊടുത്താണെന്ന്. ശരി ഞാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞ് തിരികെ ഇപ്പൊ നടക്കാൻ തുടങ്ങിയപ്പോഴാ നിന്റെ അമ്മായിമ്മ വന്നിട്ട് ആ മോളോട് ചോദിക്കുന്നത്, മോളെ ഈ കൊലുസ് എവിടെ നിന്നാണെന്ന്. അങ്ങനെ കള്ളങ്ങളെല്ലാം ആ സെക്കൻഡ് തന്നെ പൊളിഞ്ഞായിരുന്നു, അത് മോൻ അറിഞ്ഞില്ലല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ആദർശം തലകുണിച്ച് നിൽക്കാണ്. എന്തിനാണ് നീ എന്നോട് കള്ളത്തിന് പറഞ്ഞതെന്ന് ചോദിക്കുമ്പം, അല്ല അവക്ക് അങ്ങനെയൊന്നും കൊണ്ട് കൊടുക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമില്ലല്ലോ അതുകൊണ്ടാണെന്ന് പറയാണ്. ഇവക്ക് എന്തിനാടാ ഇപ്പൊ ഇത്രയും വില കൂടിയ സ്വർണ്ണമൊക്കെ നീ കൊണ്ട് കൊടുക്കുന്നത്, ആദ്യം ഒരു മാലുണ്ട് കൊടുത്താലേ ഇതാ ഇപ്പൊ കൊലുസ്. അമ്മ അത് അമ്മയ്ക്ക് അറിയാലോ, നയന വരച്ച ഡിസൈൻ കാരണം നമ്മുടെ കമ്പനിക്ക് എന്ത് ലാഭം ഉണ്ടായത്, നമ്മുടെ ഈ ഒരു ചിങ്ങമാസത്തിലെ കളക്ഷൻ തന്നെ എന്ത് മാത്രമാണെന്ന് അമ്മയ്ക്ക് അറിയാവോ, ഇവളുടെ ഡിസൈൻസ് ആണ് ഇപ്പൊ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അതിനിപ്പോ എന്താ കുഴപ്പം,
നമ്മുടെ കമ്പനിയിൽ ആദ്യമായിട്ടൊന്നല്ലല്ലോ നമുക്ക് കോടികൾ കിട്ടുന്നത്. ഇവള് വന്നതിന് ശേഷം ഒരിച്ചിരി കൂടുതൽ കിട്ടി. അതുകൊണ്ടാണോ ഇത്രയ്ക്കൊക്കെ പ്രഹസനം? അത് ഇവള് തന്നെ വാങ്ങി തീർക്കും തോന്നുന്നുണ്ടല്ലോ എന്ന് പറയാണ്. നയന പറയുന്നുണ്ട്, അമ്മ ഞാൻ ആദർശമായിട്ടുണ്ട് ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല. ഇത്രയും കാലം ഞാൻ വെള്ളിക്കോലസ് തന്നെ ഇട്ടോണ്ടിരുന്നത്. എന്റെ കയ്യിലും കഴുത്തേൽ ആ താലിമാലയും അല്ലാതെ ബാക്കിയെല്ലാം ഞാൻ വരവും വെള്ളിയും തന്നെ ഇട്ടോണ്ടിരുന്നത് എന്ന് പറയുമ്പോഴേക്കും ആദർശ് പറയാണ്, അമ്മ അത് പിന്നെ അവളുടെ കഷ്ടപ്പാടിനുള്ള പൈസ അവൾക്ക് കൊടുക്കണ്ടേ? പൈസ ആയിട്ടുള്ള മേടിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ അവൾക്ക് ഗോൾഡ് ആയിട്ട് കൊടുത്തെന്ന് പറയാണ്. മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്താ എന്താ ആദർശ് രാവിലെ അടുത്ത പ്രശ്നം? ഒന്നുമില്ല മുത്തശ്ശ എന്ന് പറയുന്നുണ്ട്. ദേവേനി പറയാണ്, ഒന്നുമില്ല അല്ല, കണ്ടില്ലേ കഴിഞ്ഞ ആഴ്ച ഇവനൊരു മാല അവൾക്ക് കൊണ്ട് കൊടുത്തു. ഏകദേശം ഒരു 10 പവനോളം വരും. ദാ ഇപ്പൊ ഈ കൊലുസ് അച്ഛൻ കണ്ടോ, 5 പവനോളം വരും ഇതിന്റെ വില, ഇതിന്റെ വെയിറ്റ്. എന്നിട്ട് അവളോട് ചോദിച്ചപ്പോ അവൾ പറയുക അവളുടെ അമ്മ കൊണ്ട് തന്നതാണെന്ന്. അവളുടെ അമ്മ വന്നപ്പോഴേ ആ കള്ളി പൊളിഞ്ഞു. അതിന്റെ പുറകെ എന്റെ മകനുണ്ടല്ലോ, എന്റെ മകൻ ആദർശ്, അവൻ വന്നിട്ട് പറയാ അത് അവളുടെ അമ്മ കൊണ്ട് കൊടുത്തതാണെന്ന്. പാവം അവൻ അറിഞ്ഞില്ല കള്ളി നേരത്തെ പൊളിഞ്ഞ കാര്യം എന്നൊക്കെ പറയുന്നുണ്ട്. മുത്തശ്ശി ചോദിക്കാണ്, അതിനിപ്പോ നിനക്കെന്താ ദേവേനി കുഴപ്പം? അവന്റെ ഭാര്യയ്ക്കല്ലേ അവൻ കൊണ്ടു കൊടുക്കുന്നത്, വേറെ ആർക്കും അല്ലല്ലോ. അമ്മേ, അവൻ പിന്നെ സത്യം പറഞ്ഞാൽ എന്താ കുഴപ്പം? അവനോട് കള്ളത്തരം പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശൻ പറയാണ്, അപ്പൊ തന്നെ മനസ്സിലാക്കിക്കോ നിന്നോട് നിന്റെ മകന് എന്തുമാത്രം ബഹുമാനം പേടിയുണ്ടെന്നുള്ള കാര്യം. നീ അറിഞ്ഞാല് നീ ആവശ്യമില്ലാതെ ഇവിടെ കിടന്ന് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുമെന്ന് കരുതിയിട്ട് തന്നെയാ നിന്റെ മകനെന്ന് പറയാഞ്ഞത് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ആകെപ്പാടെ ചമ്മിയൊരു അവസ്ഥയിൽ നിൽക്കാണ് ദേവയാനി. എന്നിട്ട് പറയുന്നുണ്ട്, അവന്റെ ഭാര്യയ്ക്ക് അവൻ എന്ത് വാങ്ങിക്കൊണ്ട് കൊടുക്കട്ടെ, നയനമോൾക്ക് അതിന് അർഹതയില്ലാത്തോളൊന്നുമല്ല. നയന ഇഷ്ടംപോലെ സമ്പാദിക്കുന്നുണ്ട്. അവളുടെ ഒരു ഡിസൈനിന് മാർക്കറ്റിൽ ഇപ്പോഴേ നല്ല വാല്യവ. പുറത്തേക്കെങ്ങനെ അവൾക്ക് ജോലിക്ക് പോയാൽ മാസം 2 ലക്ഷം രൂപ സാലറി അവൾക്ക് ഉണ്ടാക്കാം. അതുകൊണ്ട് അവൾക്ക് സുഖമായിട്ട് ഇതൊക്കെ വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ കമ്പനിയിൽ കിട്ടിയൊരു അസറ്റാണ് നയന. അത് നീ ആദ്യം മനസ്സിലാക്കുക. ഇന്റർനാഷണൽ കമ്പനിക്ക് വരെ നയനമോളുടെ ഡിസൈൻ ഇഷ്ടപ്പെട്ടിരിക്കുന്നത്, അത് നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുന്നുണ്ട്. ട്രഡീഷണൽ ആയിട്ട് മാത്രമല്ല മോഡേൺ ആയിട്ടും മോള് ചെയ്യുന്നുണ്ട്, അതൊക്കെ നീ കണ്ടതല്ലേ എന്ന് ചോദിക്കാണ്. പിന്നെ വെറുതെ പോയിട്ട് നയനമോളെ വഴക്കുണ്ടാക്കേണ്ട വല്ല കാര്യം നിനക്കുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശി പോയിട്ട് നയനോട് പറയുന്നുണ്ട്, നയന ഞാൻ ഇനി നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാം. ഇത് നിന്റെ അമ്മായിമ്മയാണ്, ഭർത്താവിന്റെ അമ്മയാണ്, അതൊക്കെ ശരിയാ. പക്ഷെ ആവശ്യമില്ല കാര്യത്തിന് വഴക്കുണ്ടാക്കാൻ വന്നാലേ തിരിച്ച് നല്ലാണ് പറഞ്ഞോണം. അല്ലാതെ നന്മമരം കളിച്ച് വായും പൂട്ടി ഇരുന്നാലുണ്ടല്ലോ ഇമ്മാതിരിയുള്ള അമ്മായിമാരൊക്കെ നിന്റെ തലേ കയറി ഇറങ്ങത്തേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു മാസ് ഡയലോഗ് പറയണം മുത്തശ്ശി. അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശീനെയും നയനെയും കൂടെ നോക്കി നിൽപ്പിക്കുകയാണ് കേട്ടോ ഈ ദേവയാനി. അപ്പോഴേക്കും നയന അങ്ങ് ആ മുത്തശ്ശി തന്ന ധൈര്യത്തിൽ പറയാണ്, അമ്മേ ഇതെന്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് എനിക്ക് വാങ്ങിക്കൊണ്ട് തന്നതാ, അതുകൊണ്ട് ഇതിടാനുള്ള അവകാശം എനിക്കുണ്ട്. അതിന്റെ പേരിൽ അമ്മ വഴക്കുണ്ടാക്കിയിട്ട് യാതൊരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് നയന അകത്തേക്ക് ദേഷ്യപ്പെട്ട് കയറി പോകുന്നുണ്ട്. നയനയുടെ ഈ വർത്തമാനം കേട്ട് ആകപ്പാടെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് ദേവയാനി. അമ്മയുടെ ഈ കാര്യങ്ങളും നയനയുടെ സംസാരം എല്ലാം കൂടി ആയപ്പം എന്ത് ചെയ്യണമെന്നറിയാതെ പതിയെ ആദർശം അവിടെ നിന്ന് എസ്കേപ്പ് ആയി പോകുന്നുണ്ട്. മുത്തശ്ശൻ പറയാണ്, നയനമോളോട് നീ അങ്ങനെ പറഞ്ഞത് നന്നായി, അതുകൊണ്ടല്ലേ നയനമോൾ അത്രയെങ്കിലും തിരിച്ചു പറഞ്ഞത്. അതെന്തായാലും ദേവേനയ്ക്ക് ആവശ്യമുള്ളതായിരുന്നു. ഒരാവശ്യമില്ലാതെ വെറുതെ അവരുടെ കാര്യത്തിൽ കയറി ഇടപെടുക, പിന്നെ എന്താ ചെയ്യണ്ടേ എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി. മുത്തശ്ശൻ പറയാണ്, അതല്ലേലും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഈ കാലഘട്ടത്തിലെ കുറെ അമ്മായിമ്മമാരുണ്ടല്ലോ, അവളുമാര് ഇപ്പോഴും തല നേരെ വന്നിട്ടില്ല. പണ്ട് 90s 80s അമ്മായിമാരെ പോലെയൊക്കെയാ പെരുമാറുന്നത്, മരുമക്കളോട് വാശിയും വൈരാഗ്യവും ഒക്കെ. ഈ ദേവയാനിക്ക് ഇനിയെങ്കിലും ആ മോളുടെ മഹത്വം മനസ്സിലാക്കിക്കൂടെ എന്നൊക്കെ മുത്തശ്ശിയും പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്.